പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ഞാനിപ്പോൾ ചൂരൽമലയിലേക്ക് പ്രവേശിക്കുന്ന ഇടത്ത് പോലീസ് ബാരിക്കേഡിന് തൊട്ടടുത്താണ്. ഈ ചൂരൽമലയുടെ ഏകദേശം 1 കിലോമീറ്റർ മുൻപാണ് പോലീസ് ഈ ബാരിക്കേഡ് ഇവിടെ വെച്ച് ആളുകളെ തടയുന്നത്. ഇത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് 13ാം ദിവസമാണ്. പക്ഷേ ഇപ്പോൾ ആളുകൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി കുടുംബസമേതം വാഹനങ്ങളിൽ വരുന്നവർ, വിവിധ വിദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകൾ, ഇവരൊക്കെ ഇവിടേക്ക് വരികയാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനം വളരെ തകൃതിയായിട്ട് നടക്കുന്നു. രക്ഷാപ്രവർത്തകർ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടലുകൾ നടത്തുന്നു. പോലീസ് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതൊരിക്കലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്തമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റു ഉള്ള രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കുമോ അതുമൂലം സഹായിക്കുക. ഇവിടെ നിങ്ങൾ സന്ദർശിച്ചു എന്നതുകൊണ്ട് ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കോ ദുരിതത്തിൽ അവശേഷിക്കുന്ന ആളുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായവും നിങ്ങൾ ഇതുമൂലം ഉണ്ടാക്കുന്ന സന്ദർശനം കൊണ്ട് ഇവർക്ക് ലഭ്യമാകുന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് പോലീസിനെ തന്നെ കാണാം. പോലീസ് വളരെ പാടുപെട്ടുകൊണ്ടാണ് ആളുകളെ നിയന്ത്രിക്കുന്നത്. ഒരു വാഹനത്തിൽ ഏതെങ്കിലും ചില നേതാക്കളുടെയൊക്കെ പെർമിഷനോ കോളോ ഒക്കെ സ്വാധീനിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇവിടേക്ക് ആളുകൾ സന്ദർശനത്തിന് വേണ്ടി വരുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് തന്നെ പറഞ്ഞു. നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത് പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നമുക്കിവിടെ കാണാം ഒരുപാട് വാഹനങ്ങൾ ഇതിൻ്റെ തൊട്ടുപിറകിൽ. ഇവിടെ നമ്മുടെയൊക്കെ മീഡിയകളുടെ വാഹനങ്ങളൊക്കെ അവിടെയുണ്ട്. അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥരുടെയൊക്കെ വാഹനങ്ങൾ, രക്ഷാപ്രവർത്തകരുടെയൊക്കെ വാഹനങ്ങൾ, ആംബുലൻസുകളൊക്കെ ഇതിനകത്തേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരുപാട് വാഹനങ്ങൾ. ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് ബന്ധപ്പെട്ട ആളുകളെ തടഞ്ഞുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു, പക്ഷേ ഇന്നത് ഒരു ദുരന്ത ഭൂമിയാണ്. ആ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ നിങ്ങൾ സന്ദർശനം നടത്തേണ്ട ആവശ്യകതയില്ല. അങ്ങനെ വരുമ്പോൾ അത് രക്ഷാപ്രവർത്തകർക്ക്, ഇവിടുത്തെ ട്രാഫിക് സംവിധാനത്തിന്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക്, അതോടൊപ്പം ഇവിടെ അഹോരാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ്, NDRF, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി അവർക്കൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത് ചെറുതല്ല. അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പേരിൽ പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന, ഇവർക്കൊക്കെ ഇത് സംബന്ധിച്ചുള്ള പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടേക്ക് ഈ ഒരു ഘട്ടത്തിൽ സന്ദർശനം എന്ന പേരിൽ നിങ്ങൾ വരാതിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വരാം, അത് പിന്നീടാവാം. ഇത്തരം ഒരു ദുരന്തമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് കാണേണ്ടതാണ്. നമ്മളൊക്കെ നിർബന്ധമായിട്ടും അത് ദർശിക്കേണ്ടതാണ്. പക്ഷേ അത് ഈ ഘട്ടമല്ല. ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം വന്ന ബോഡി നമ്മൾക്ക് 10ാം ദിവസവും നമുക്കിവിടെ നിന്ന് 4ഓളം ബോഡികൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ചില വീടുകളൊക്കെ നിലനിന്നിരുന്ന സ്ഥലത്ത് ചില വിലപിടിപ്പുള്ള രേഖകൾ, ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളൊക്കെ ലഭിച്ച ഒരു ഘട്ടമുണ്ട്. അത്തരം സംഗതികളൊക്കെ റവന്യൂ ഉദ്യോഗസ്ഥർ അവ ശേഖരിക്കുന്നു, അതെടുത്തുകൊണ്ടു പോകുന്നു. അതിന് പകരമായി നമ്മൾ സന്ദർശകരൊക്കെ ഇവിടെ മോഷണം നടന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പോലും വന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആരാണ് ഇവിടേക്ക് പോകുന്നത് എന്നത് സംബന്ധിച്ചോ, ആര് എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നത് സംബന്ധിച്ചോ ഒന്നും നമുക്ക് വിലയിരുത്താനോ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനോ സാധിക്കാത്തൊരു ഘട്ടമുണ്ടാകും.